ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഇതിലാണെങ്കിൽ ഒരു തുള്ളി എണ്ണ പോലും ചേർത്തിട്ടില്ല, ഒരു തുള്ളി ഓയിൽ ചേർക്കാതെ ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് നമുക്ക് നോക്കിയാലോ. വീഡിയോക്ക് പോണതിൻ്റെ മുന്നേ എൻ്റെ ഈ കുഞ്ഞു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ വീഡിയോ ഇട്ടിട്ട് കാര്യമുള്ളൂ. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അവിടെ താഴെ രേഖപ്പെടുത്തണേ. അപ്പം ഇനി ഒട്ടും ലാഗടിപ്പിക്കണില്ല, നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. ഇത് നല്ല അടിപൊളി നല്ല സ്പോഞ്ച് പോലത്തെ ക്യാരറ്റ് കേക്കാട്ടോ ഉണ്ടാക്കാൻ പോണത്. അതിനാവശ്യമായിട്ടുള്ള മെയിൻ സാധനം ക്യാരറ്റ് ഒരു 3 ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ അളന്നെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരേ അളവിലുള്ള 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഉണങ്ങിയ ഗ്ലാസ് ആട്ടോ, വെള്ളം നനവൊന്നുമില്ലാത്തത്. ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഞാൻ സാധാരണ ഗോതമ്പ് പൊടിയായിട്ടാണ് ഉണ്ടാക്കൽ, ഇന്നിപ്പോൾ മൈദ എടുത്തു. നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതേ അളവിലുള്ള അടുത്ത ഗ്ലാസ് എടുത്തിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ഗ്ലാസ് വേണ്ട, 3/4 ഗ്ലാസ് മതിയാവും. അത് മതിയാവും. ഇത്രയും മൈദക്ക് ഇത്രയും പഞ്ചസാര ചിലപ്പോൾ അധികമാവും. ക്യാരറ്റിൻ്റെ മധുരം ഉണ്ടാവുമായിരിക്കും, കുറച്ചും കൂടെ തന്നെ ഇടാം. അത്ര മധുരം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, വെള്ളം നനവൊന്നും ഇല്ലാത്ത മിക്സിയുടെ ജാർ. ഈ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഏലക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 5 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി പൊടിച്ചു കൊണ്ടുവരാം. പൊടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പാർന്ന് പോകാം. ഇതിലേക്ക് ഒരു 4 മുട്ട അടച്ച് വയ്ക്കുക. അത്രയും മുട്ട വേണ്ടാത്തൊരു 2 മുട്ട എടുത്തിട്ട് ബാക്കി പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് വീണ്ടും മിക്സിയിൽ കൊണ്ടിട്ട് ഒന്ന് ബാക്കിലേക്ക് ട്രിട്ട് അടിച്ചിട്ട് വരാം കേട്ടോ. മുട്ട അടിച്ചു കൊടുക്കുന്നുണ്ട്, നല്ല പതപ്പിച്ചടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മുട്ടയിലേക്ക് നമുക്ക് അളന്ന് വെച്ച മൈദ അരിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചിട്ട് കൊടുക്കാം. അരിച്ചിട്ട് കൊടുത്തതൊന്ന് കേക്കൊന്ന് ഇങ്ങനെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം മൈദ ഇതിലേക്ക് അരിച്ചിട്ട് കൊടുത്തിട്ട് കേട്ടോ. അതൊക്കെ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കണില്ല കേട്ടോ. അപ്പ സോഡയാണ് ചേർക്കണത്. ചിലപ്പോൾ കട്ടുണ്ടാവും. അരിച്ചിട്ടിട്ട് കൊടുക്കാം. കട്ടുണ്ട്. അപ്പ സോഡ നന്നായി മിക്സാക്കി ഇളക്കിയെടുക്കാം. ഇതാ ക്യാരറ്റ് ഇട്ട് കൊടുക്കട്ടോ. ക്യാരറ്റ് അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാട്ടോ, അതിൻ്റെ നീരൊന്നും കളഞ്ഞിട്ടില്ല. അതേപോലെ തന്നെയാണ് ഇട്ട് കൊടുക്കണത്. പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അങ്ങോട്ട് മാറ്റി വെക്കാം. ഞാൻ ഇതിലേക്ക് വേറൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ എടുത്താൽ മതി കേട്ടോ. ഇഞ്ചിയുടെ നീരായി കുറച്ച് ചേർക്കാനാണ്. ഇഞ്ചിയുടെ നീര് ക്യാരറ്റ് കേക്കിന് നല്ലൊരു ഫ്ലേവറായിട്ടൊക്കെ തോന്നിയിട്ട് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അത്ര മിക്സ് ചെയ്താൽ മതി. ഇനി ഇത്ര ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പണി. ഇതാ ഒരു കേക്ക് ടിന്നിൽ എൻ്റെ അടുത്ത് ബട്ടർ പേപ്പർ ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ A4 ഇങ്ങനെ വട്ടത്തിൽ വെട്ടിയിട്ട് എണ്ണയൊക്കെ തെച്ചിട്ട് വെച്ചിട്ട് കേട്ടോ. ഇതിലേക്ക് ഈ കേക്കിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. എല്ലാ മിക്സ് ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൊട്ടി കൊടുക്കാം. കുക്കറിലാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കാൻ പോണത്. ഗ്യാസ് കത്തിച്ചു. ഇതാ ഈ റൗണ്ട് വെക്കുന്നുണ്ട്. ആ റൗണ്ടിൻ്റെ മീതെ അങ്ങനെ അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിസിലെടുത്ത് മാറ്റാം, അതിൻ്റെ ആവശ്യമില്ല. ആദ്യം ഒരു 5 മിനിറ്റ് തീ കൂട്ടി വെച്ചതിന് ശേഷം പിന്നെ തീ കുറച്ച് വെക്കുക. തീ സ്ലിമ്മിൽ ഇട്ടിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് വെക്കുക. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി തീ സ്ലിമ്മിലിടാൻ പോവാണ്. അത്രയും സ്ലിമ്മിലിട്ടുണ്ട്. ആ തീയിൽ ഇനി ഒരു 30 മിനിറ്റ് അങ്ങനെ വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് അതിന് തുറന്ന് വെക്കാം. നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇറക്കളായിട്ട് പൊത്തി വെക്കാം. ഒരു ചെറിയ കുട്ടലുണ്ട്, കുറച്ചും കൂടി ആവാൻ. ഒന്നും കൂടി അടച്ചക്കണേൻ്റെ പിന്നെ കുറച്ച് നെയ്യ് സൈഡിലാക്കി കൊടുക്കുക. എണ്ണ ചേർക്കാതെ ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ കുറച്ച് നെയ്യ്. ഓക്കെ ചേട്ടോ. ഒരു 5 മിനിറ്റും കൂടി ഒന്നാവാം. 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് വീണ്ടും തുറന്ന് നോക്കാം. ഇപ്പം ഇതാ നല്ല വെന്ത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് എടുത്തേക്കാം. അപ്പം ഇതാ അടിപൊളി കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ കേക്കിൻ്റെ കളർ കണ്ടിട്ട് ആരും കൺഫ്യൂഷൻ അടിക്കണ്ട കേട്ടോ. ഫിൽറ്റർ കുറച്ച് കൂടിപ്പോയതാ. ഇതാ ശരിക്കുള്ള കളർ ഇതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.